ആദ്യന്തമില്ലാത്ത അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. പിന്നെയും ദൈവവചന പഠനത്തിനായി നമുക്കൊരുമിച്ച് കൂടുവാൻ ഈ ആഴ്ചയുടെ ആദ്യത്തെ ക്ലാസ്സിൽ ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം. അങ്ങിങ്ങായി ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും അർപ്പിക്കുകയാണ്. കർത്താവിന്റെ കരുണ പിന്നെയും നമ്മുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ലവോദിക്യ സഭയുടെ അവസ്ഥയെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് സഭ ഉഷ്ണവാനോ ശീതവാനോ അല്ല, ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് കർത്താവ് സഭയെ തൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും എന്ന ഭീഷണിയും മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിച്ചു. എങ്കിലും അതിലെന്തെങ്കിലും വിശദീകരണം ആ വാക്യത്തിൽ ആ വിഷയങ്ങളിൽ വേണമെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണിത്. ഇല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കും. ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കട്ടെ. സ്തോത്രം. അപ്പോൾ ലവോദിക്യ സഭയുടെ അവസ്ഥ അസുഖം വരുത്തുന്ന അവസ്ഥയാണ്. വാട്ടവെള്ളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് അത് ഇറക്കാൻ പറ്റത്തില്ല, തുപ്പിക്കളയാനേ പറ്റൂ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഹാരം വായിലിടും കഴിക്കുവാൻ വേണ്ടി. എന്നാൽ വല്ലാത്ത രുചിയാണെങ്കിൽ, രുചിഭേദം വന്നെങ്കിൽ നമ്മളത് ഇറക്കത്തില്ല, അത് നമ്മളെ തുപ്പിക്കളയും. വാട്ടവെള്ളം കുടിക്കുമ്പോഴും അതുപോലെയാണ്. ചിലപ്പോൾ കരിക്കും വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കും, അല്ലെങ്കിൽ തേങ്ങാവെള്ളം കുടിക്കാൻ എടുക്കും. വേറെ അശുദ്ധിയൊന്നും ഇല്ലാത്ത വെള്ളം എന്ന നിലയിലാണ് നമ്മളത് കുടിക്കുന്നത്. പക്ഷേ അതിനും രുചിമാറ്റമുണ്ടെങ്കിൽ നമ്മൾ തുപ്പിക്കളയും. ഇതുപോലെ ലവോദിക്യ സഭയോട് കർത്താവ് പറഞ്ഞു, നീ ലൂക്വാം, ശീതോഷ്ണവാൻ എന്ന സ്ഥിതിയിലാണ്. ചൂടുമല്ല തണുപ്പുമല്ല. അതുകൊണ്ട് നിന്നെ വിഴുങ്ങാൻ, ഇറക്കാൻ പറ്റില്ല, തുപ്പിക്കളയാനേ പറ്റൂ. നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. സ്തോത്രം. അതാണ് സഭയ്ക്കുള്ള ഭീഷണിയായി കർത്താവ് പറയുന്നത്. ആ ഭാഗം നമ്മൾ കണ്ടുവല്ലോ. സ്തോത്രം. അടുത്ത ഭാഗങ്ങളിലേക്ക് നാം പോവുകയാണ്. സ്തോത്രം. ഇനി നാം നോക്കുന്നത് സഭയുടെ സ്വയപ്രശംസയുടെ പ്രഖ്യാപനങ്ങളാണ്. The self-boasting claims of the Laodicean church. സഭ സ്വയ പ്രശംസ നടത്തുന്ന ഒരു സഭയാണ്. സ്വയപ്രശംസ നടത്തുന്ന സഭയാണ്. A self-boasting, self-exalting church. The church at Laodicea is very much satisfied church. സംതൃപ്തിയും സന്തുഷ്ടിയും അനുഭവിക്കുന്ന ഒരു സഭയായിരുന്നു ലവോദിക്യ സഭ. ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്
ഭൗമിക അവസ്ഥകളെ കുറിച്ച് നമുക്ക് കണ്ടെന്റ്മെന്റ്, മതി എന്ന ഭാവം ഉണ്ടാകണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ആത്മീയമായ അവസ്ഥയിൽ മതി എന്ന് വരരുത്. ആ ഒരു ചിന്ത ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. പക്ഷെ ലവോദിക്യ സഭയ്ക്ക് എന്തായിരുന്നു ചിന്ത? ധാരാളമാണെന്നല്ലേ. ഇതിനപ്പുറത്തേക്ക് ഇനിയും എനിക്ക് പോകാനേ ഇല്ല എന്ന ഒരു നിലപാടിലായിരുന്നു ആ സഭ. സ്തോത്രം. നാം 14, 15, 16 വാക്യങ്ങൾ ഇതിനോടകം പഠിച്ചു. ഇനി നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അതിന്റെ 17-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. സഭയെപ്പറ്റി തന്നെ പറയുന്നു 3 കാര്യങ്ങൾ. സ്വയപ്രഖ്യാപനമാണ് അവിടെ. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ല. 3 self-boasting, self-satisfied declarations. I'm rich. ഞാൻ ധനവാനായിരിക്കുന്നു. I'm increased with all goods. എനിക്ക് വേണ്ട എല്ലാം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു, സമ്പന്നൻ. I need nothing. എനിക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. അതാണ് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നത്. ദാവീദ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പക്ഷേ വ്യത്യാസം കണ്ടോ? ദാവീദ് പറഞ്ഞത് എനിക്കെല്ലാം ഉള്ളത് കൊണ്ടും ഞാൻ രാജാവായതുകൊണ്ടും ഞാൻ ദാവീദായതുകൊണ്ടും എനിക്ക് മുട്ടില്ലെന്നല്ല. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഇവിടെ അങ്ങനെയല്ല. ദൈവവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. തനിക്കുള്ളവയിൽ താൻ പ്രശംസിക്കുകയാണ്. ഇതാണ് സഭയെപ്പറ്റി തന്നെ പറയുന്ന കാര്യം. ബോത്ത് സെൽഫ് സാറ്റിസ്ഫൈഡ് and content enough. And also this church is ignorant of their original state. ഇത് രണ്ടുമാണ് ഈ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ? Ignorant about their original state. അവരുടെ യഥാർത്ഥ അവസ്ഥയെ പറ്റിയുള്ള അജ്ഞത. Or their inability to see themselves as God sees them. ദൈവം അവരെ കാണുന്നത് പോലെ അവർക്ക് അവരെ കാണുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. ഈ ദൈവസഭയുടെ ഏറ്റവും വലിയ 2 പരാജയങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന്, they are ignorant of their
original state, their inability to see them as God sees them. ദൈവം അവരെ കാണും പോലെ തങ്ങളെ തന്നെ കാണുവാൻ അവർക്ക് കഴിയാതിരിക്കുന്നതും, അവരുടെ യഥാർത്ഥ നിലയെക്കുറിച്ചുള്ള അജ്ഞതയും അവരുടെ രണ്ട് പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് അവരുടെ സ്വയപ്രശംസയാണ്. സെൽഫ് ബോസ്റ്റിംഗ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നാം ഗിരിപ്രഭാഷണത്തിൽ പഠിച്ചിട്ടുണ്ട്. ബിയാറ്റിറ്റ്യൂഡ്സിൽ, ഭാഗ്യവർണ്ണനകളിൽ, അഷ്ടഭാഗ്യവർണ്ണനകളിലെ ആദ്യത്തെ ഭാഗ്യവർണ്ണന യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Blessed are those poor in spirit. That poverty feeling is not here in this church. ആ ദരിദ്ര അവസ്ഥയെക്കുറിച്ചുള്ള ഒരു നിലപാട് ഈ സഭയ്ക്കില്ല. സ്തോത്രം. ഞാൻ സമ്പന്നനാണ്, ധനവാനാണ്, ഒന്നിനും കുറവില്ല, യാതൊരു ആവശ്യങ്ങളും എനിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ കൊണ്ടുപോലും ആവശ്യമില്ല എന്ന ഒരു നിലപാട്. ദൈവമക്കളെ, ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു സംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇനിയും എനിക്ക് വളരാനില്ല എന്ന ഒരു തോന്നൽ, ഇനിയും എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇല്ല എന്ന ഒരു തോന്നൽ, ഇനിയും എനിക്ക് ക്രമീകരണം പ്രാപിക്കുവാൻ ഇല്ല എന്നൊരു തോന്നൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വെറുതെ പറയുന്നവരും ആകരുത്. ഓ, മനുഷ്യനല്ലേ, പാപമൊക്കെ ഉണ്ട് എന്ന് വെറുതെ പറയുന്നവരാകരുത്. നമ്മൾ വെറുതെ പടപ്പ് തല്ലുന്നവരാകരുത്. വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകണം നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ എന്താണെന്ന്. അതായത്, സ്തോത്രം, എനിക്ക് എത്ര വരെ എമ്മാത്രം വളരുവാൻ കഴിയുമായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ എത്രയും വരെ എത്താൻ ദൈവം ആഗ്രഹിച്ചിരുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ അവിടം വരെ എത്താൻ ദൈവം എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവും നമുക്ക് വേണം. 3 major convictions. First of all, what is actually divine purpose for me? എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അഭിലാഷം, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിവാണ് ആദ്യം. How far God wills me to grow. What is God's purpose for me? What is my possibility in Christ? That should be our first conviction. നമ്മുടെ ആദ്യത്തെ തിരിച്ചറിവെന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള എൻ്റെ സാധ്യത എന്താണെന്നാണ്. ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ ആഗ്രഹം എനിക്ക് വേണ്ടി എന്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമൊന്നുമില്ല എന്നാണെങ്കിൽ പോട്ടെ. ഓ, ദൈവത്തിന് പോലും എന്നെ കുറിച്ച് പ്രതീക്ഷയൊന്നുമില്ല, പോട്ടെ.
അങ്ങനെയാണോ നമ്മുടെ ദൈവം? സ്തോത്രം. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ, പ്രായഭേദം കൂടാതെ, വിദ്യാഭ്യാസത്തിന്റെയോ ഭാഷയുടെയോ മറ്റ് യാതൊരു വ്യത്യാസങ്ങളും കൂടാതെ നാം എല്ലാവർക്കും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ട്. കൃപാവരങ്ങൾ തരാൻ ചിലപ്പോൾ നമ്മിൽ പലർക്കും പല അളവുകളിലായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്നതും വ്യത്യസ്തമായിട്ടാകും. എന്നാൽ ഇത് ശുശ്രൂഷയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ക്രിസ്തുവിൽ നാം ആയിത്തീരുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിൽ നാം ആയിത്തീരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എല്ലാവർക്കും വ്യത്യസ്ത നിലവാരങ്ങളാണോ ദൈവം വെച്ചിട്ടുള്ളത്? അതോ ഒരേ നിലവാരമാണോ? ഒരേ നിലവാരം. ക്രിസ്തു എന്ന തലയോളം വളരെ. സ്തോത്രം. അതിന് വ്യത്യസ്ത അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. രണ്ടുത്തരേ ഉള്ളതിന് ഒന്നുകിൽ നാം എല്ലാവർക്കും വേണ്ടി ഒരേ നിലവാരം ദൈവം വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ വ്യത്യസ്ത നിലവാരം. ഇതിലിപ്പം വന്നിരിക്കുന്നത് ഒരേ നിലവാരമാണ് എന്ന അഭിപ്രായമാണ്. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ആരോ ഒരാൾ പറയാൻ ശ്രമിച്ചതായിട്ട് തോന്നുന്നു. അല്ല, പലർക്കും പല 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 വിധത്തിലുള്ള താലന്തും ഒക്കെ കൊടുത്തായിട്ടുണ്ടല്ലോ. താലന്തല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, താലന്തും ശുശ്രൂഷയും അല്ല ഇവിടുത്തെ വിഷയം. ക്രിസ്തുവിൽ നാം ആയിത്തീരുക എന്നതാ. താലന്ത് വ്യത്യസ്തമാ. ജോയ് കുട്ടിച്ചാന് തന്നതല്ല എനിക്ക് തന്നേക്കുന്നത്. ശുശ്രൂഷ വ്യത്യസ്തമാ. എബ്രഹാം ജോസഫ് പാസ്റ്റർ കേൾപ്പിച്ച ശുശ്രൂഷയല്ല എനിക്ക് തന്നിരിക്കുന്നത്. എന്റേതല്ല മാത്യു വർഗീസ് പാസ്റ്റർക്കുള്ളത്. ശുശ്രൂഷകൾ വ്യത്യസ്തമാ. അത് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ആത്മാവ് ഒന്ന് തന്നെയാ, പക്ഷേ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്. 1 കൊരിന്ത്യർ 12-14 പൗലോസ് അതാണ് പറയുന്നത്. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, താലന്തുകൾ വ്യത്യാസമുണ്ട്. അതല്ല നമ്മൾ പറഞ്ഞത്. ക്രിസ്തുവിൽ നാം ആയിത്തീരുന്ന അവസ്ഥ, വാട്ട് വി ഹാവ് ടു ബി ഇൻ ക്രൈസ്റ്റ്, അതിന് വ്യത്യാസമുണ്ടോ എന്നാണ്. നീ ബോംബെയിലായതുകൊണ്ട് ഒരു 60 ഡിഗ്രി വരെ വന്നാ മതി. നീ ദുബൈയിലല്ലേ, 70 ആയിക്കോ. കാനഡക്കാരൊക്കെ ഒരു 75. നീ ആണല്ലേ, പുരുഷനല്ലേ, അതുകൊണ്ട് ഒരു 90 ആയിക്കോ. സ്ത്രീയല്ലേ, 70 മതി. ഇങ്ങനെ ക്രിസ്തുവിൽ നമുക്കായിത്തീരാൻ, ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുവാൻ വ്യത്യാസങ്ങൾ ഉണ്ടോ, ഒരേ നിലവാരമാണോ എന്നതാണ് ചോദ്യം. ഇല്ല, ഒരേ നിലവാരം. സ്തോത്രം. അതെ, ആ വിഷയത്തിൽ നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. 1-2 വാക്യങ്ങളിലെ തെളിവുകൾ തന്നിട്ട് പോയേക്കാം. കൊലോസ്യൻസ് 1:28, കൊലോഷ്യൻസ് 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനെ നിർത്തേണ്ടതിന് മതി മതി. ഇനി അങ്ങോട്ട് പോയാൽ ബാക്കി മറന്നു. എന്താ പറഞ്ഞേക്കുന്നേ? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. ഏതു മനുഷ്യനെയും. വ്യത്യാസം ഒന്നുമില്ല. ഇത് ക്രിസ്തുവിലെ വളർച്ചയാണ്. ഇത് ക്രിസ്തീയ ജീവിതമാണ്.
മറ്റേത് താലന്തും ശുശ്രൂഷയും കൃപാദാനങ്ങളും വരങ്ങളും എല്ലാം ശുശ്രൂഷകളുടെ ഭാഗമാണ്. അതൊരു വ്യത്യാസമുണ്ട്. അതല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പാസ്റ്റേഴ്സ് മീറ്റിങ്ങുകളിലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നോട്ട് ദ മിനിസ്ട്രി ബട്ട് ദ ലൈഫ് ഓഫ് ദ മിനിസ്റ്റർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ശുശ്രൂഷ അല്ല പ്രധാനം, ശുശ്രൂഷകന്റെ ജീവിതമാണ്. ശുശ്രൂഷ ജീവിതം, ശുശ്രൂഷകന്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്നതിനെ സാധാരണമായി പറയാം. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ തികഞ്ഞവനാകാൻ ഒരു സാധ്യതയാണ് ദൈവം നമുക്ക് വെച്ചിട്ടുള്ളത്. ആദിവാസിയോ, ഇനി വേദപുസ്തക ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹാമിന്റെ തലമുറയിൽപ്പെട്ടവരാകട്ടെ, ഷേമിന്റെ തലമുറയിൽപ്പെട്ടവരാകട്ടെ, എല്ലാവർക്കും വെച്ചിട്ടുള്ള പ്രായത്തിന്റെ അളവെന്ന് പറയുന്നത് ഒന്ന് തന്നെ. ക്രിസ്തുവിലുള്ള സാധ്യത. ആർക്കും ക്രിസ്തുവിൽ തികഞ്ഞവർ ആകാം. All can become perfect in Christ. It's not restricted to anyone. It's not a special privilege for some privileged people. No. It's very common for all. Everyone in Christ, despite of sex, age, class, color, language, culture, and it goes on. Everyone can and all can. Stotra. Yes, we are coming to that. അലിസാന്റെ തന്നെ വായിച്ചു, 11 തൊട്ട് വായിച്ചു. എഫേസ് ലേഖനം 4:11 മുതൽ. And he gave some apostles and some prophets and some evangelists and some pastors and teachers for the perfecting of the saints, for the work of the ministry, for the edifying of the body of Christ, till we all come in the unity of the faith and of the knowledge of the Son of God, unto a perfect man, unto the measure of the stature of the fullness of Christ. Praise God. അടുത്തത് വായിച്ചു, 16 വരെ വായിച്ചു, 16 വരെ. That we henceforth be no more children, tossed to and fro and carried about with every wind of doctrine by the sleight of men and cunning craftiness, whereby they lie in wait to deceive, but speaking the truth in love may grow up into him in all things, which is the head, even Christ. Hallelujah. So verse 11, 11-ാം വാക്യം പറയുന്നത് ശുശ്രൂഷകന്മാരെ ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. 12 തൊട്ട് 16 വരെ അതിന്റെ പർപ്പസ്, ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിലാണ് 12 തൊട്ട് 16 വരെ പറയുമ്പോൾ 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് that we all may come to that particular perfection until we all attain oneness in the faith and in the comprehension of the full and accurate knowledge of the Son of God, that we might arrive at really mature manhood, the completeness of personality, which is nothing less than the standard height of Christ's own perfection. It goes on. We all, അവിടെയും ഒരാളിനെ പോലും തള്ളിക്കളഞ്ഞിട്ടില്ല.
ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഈ പെർഫെക്ഷൻ എല്ലാവർക്കും ഒക്കത്തില്ല. ഒറ്റ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ട്വിൻ ചിൽഡ്രൻ ആയിക്കൊള്ളട്ടെ, ഇരട്ട കുട്ടികളായാൽ പോലും രണ്ടുപേർക്കും ചിലപ്പോൾ ഒരേ ഡിഗ്രി, ഒരേ യോഗ്യത കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇനിയും MBBS ഒരുമിച്ച് പാസ്സായവർ എല്ലാവരും ന്യൂറോളജിസ്റ്റ് ആകുന്നില്ല. ഇൻട്രസ്റ്റ് പോലും അല്ല, കഴിവും കൂടെയാണ് അതിനകത്ത്. എല്ലാവരും കാർഡിയോളജിസ്റ്റ് ആകുന്നില്ല. ഓരോ സ്ട്രീമും വ്യത്യസ്തമാണ്. ഇനി എത്ര കഴിവുള്ളവരായാലും ഒരാൾ ഒരു സ്ട്രീമിൽ പോകുന്നു, ഇനി ഒരാൾ 2 സ്ട്രീമിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. എന്നാലും എല്ലാ സ്ട്രീമും, എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഡോക്ടറും ഇല്ല, ഒരു എഞ്ചിനീയറും ഇല്ല. എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധ ടീച്ചറും പ്രൊഫസറും ഇല്ല. തികവ് പ്രാപിപ്പാൻ എല്ലാവർക്കും എല്ലാറ്റിലും കഴിയില്ല. ചിലര് പാട്ട് പാടും, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വായിക്കത്തില്ല. ചിലർ ഒരെണ്ണം വായിക്കും, വേറെ ഒന്നും വായിക്കാൻ അവർക്കറിയില്ല. വേണേ മൂളിക്കും, പക്ഷേ പെർഫെക്ഷൻ ഇല്ല. ആഹാരം തന്നെ ഉണ്ടാക്കുന്നവര് ചിലര് വളരെ നന്നായിട്ടുണ്ടാക്കും. ശരിക്ക് കാപ്പി ഇടാൻ അറിയാവുന്നവർക്ക് ശരിക്ക് ചായ ഇടാൻ അറിയത്തില്ല. ഒരു കറി നന്നായിട്ടുണ്ടാക്കും, അതുകൊണ്ടെന്നാ വേറെ ഒരു ഐറ്റം കൊടുത്തേ, ശരിയാകത്തില്ല. എന്ന് പറഞ്ഞാൽ തികവ്, നിറവ്, പൂർണ്ണത ഭൗമതലത്തിൽ എല്ലാവർക്കും എല്ലാറ്റിലും പ്രാപിപ്പാൻ കഴിയില്ല. പക്ഷേ ക്രിസ്തുവിലുള്ള തികവും നിറവും ആർക്കും പ്രാപിക്കാവുന്നതാണ്. സ്തോത്രം. അതിൽ ആരും പുറകോട്ടല്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വിട്ടുപോയിട്ടില്ലല്ലോ. ലവോദിക്യ സഭയുടെ 2 പ്രധാനപ്പെട്ട പരാജയങ്ങൾ, കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ. ഒന്ന്, അവരുടെ നിജാവസ്ഥ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ദൈവം അവരെ കാണുന്നത് പോലെ തങ്ങളെ തന്നെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. 2, അവർ തങ്ങളിൽ തന്നെ പ്രശംസിച്ചു, തൃപ്തരായി, സന്തുഷ്ടരായിരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ നാം ചെയ്യേണ്ട 3 പ്രധാന ആദ്യത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊന്ന്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമുക്കുള്ള സാധ്യത എന്തെന്ന് മനസ്സിലാക്കുക എന്നതാണ്. The first is a conviction that what is our utmost possibility in Christ. Otherwise, what does the Lord want you and me to be? And we saw that standard of life is same for all of us. ആ ഒരു നിലവാരം, ആ ഒരു സാധ്യത ദൈവം വെച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തത്തുല്യമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കാണേണ്ടത് എനിക്ക് ക്രിസ്തുവിൽ എന്താകണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നാം അതാണ് തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയല്ല, അതല്ല പലപ്പോഴും കേൾക്കാനായിട്ട് സാധിക്കുക. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം സൈഡിൽ എവിടെയോ നടന്ന ഒരു, കഴിഞ്ഞ ആഴ്ചയാണോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണോ, ഏതായാലും ഈ കൺവെൻഷൻ സീസണില്ല,
തിരുവനന്തപുരം ഭാഗത്ത് നടന്ന ഒരു കൺവെൻഷന്റെ പ്രസംഗം ഇന്നലെ രാത്രി നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് അതിന്റെ ഒരു ലിങ്ക് വന്നു. ഞാനത് കേട്ടപ്പോൾ അതിന്റെ സംഘാടകനായ ഓർഗനൈസറായ പാസ്റ്റർ പ്രസംഗകനെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, ദ പർപ്പസ് ഓഫ് ദിസ് കൺവെൻഷൻ, അറേഞ്ചിങ് ദിസ് കൺവെൻഷൻ ഈസ് ടു പ്രിപ്പയർ ദ ചർച്ച് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ക്രിസ്തുവിന്റെ വരവിനായി സഭയെ ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ ക്രമീകരിച്ചതിൽ ഉള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തോട്. അതിനുശേഷം പ്രസംഗകനെ വിളിച്ചു. പ്രസംഗകൻ വന്നിട്ട് ഈ ലവോദിക്ക സഭയുടെ ഒരു പതിപ്പ് അദ്ദേഹം ഒരു 4 മിനിറ്റോളം തന്നെ തന്നെ ഉയർത്തി താൻ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. താൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലെന്നും അങ്ങനെ ഇങ്ങനെ ഒക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ ഓവർനൈറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റും. അങ്ങനെയുള്ള കുറെ സന്ദേശങ്ങൾ ഇങ്ങനെ കുറെ നേരം ഞാൻ കേട്ടു. ഇപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. കുറെ ആയിട്ടും ഇതൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി. സംഘാടകർ ഇത് ക്രമീകരിച്ചത് ക്രിസ്തുവിന്റെ വരവിനായി സഭയെ ഒരുക്കാനാണ്. പക്ഷെ പ്രസംഗകൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടാൻ പോകുന്നു. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. നമ്മൾ കേൾക്കുന്ന അധികം സന്ദേശങ്ങളും നമ്മെ കല്ലറയ്ക്കപ്പുറത്തേക്ക് ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഉയർത്തുന്നതാണോ, അതോ അതിനിപ്പുറത്തേക്ക് ഇവിടെ തന്നെ കുറ്റിയിൽ തളച്ചിടുന്നതാണോ? അധികവും നമ്മൾ കേൾക്കാറുള്ളത് ഇപ്പുറത്തെ കുറ്റിയിൽ തളച്ചിടുന്നു. ആൾക്കാർക്ക് അതാ ഇഷ്ടവും. അതാണ് അതിലുള്ള മറ്റൊരു പ്രശ്നം. ഇവിടെ തളച്ചിടുന്നതാണ് കേൾക്കാൻ അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, നാം ഏറ്റവും ആദ്യം ഇയറിച്ചിങ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ചിന്തിച്ചത്, നാം തിരുവെഴുത്തുകൾ വായിക്കുമ്പോഴും സന്ദേശങ്ങൾ കേൾക്കുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, എന്താണ് ക്രിസ്തു എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? 2 പത്രോസ് 1:10 വായിച്ചോളൂ. 2 Peter 1:10 പ്ലീസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ. സ്തോത്രം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. പത്രോസ് ഇവിടെ പറയുമ്പോൾ പൗലോസ് അതാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധാനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥന കണ്ടോ? അതിലൊരു ഭാഗമേ എടുക്കുന്നുള്ളൂ.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കൺവിക്ഷൻ നമ്മെ എപ്പോഴും ഇരിക്കണം. വാട്ട് ആം ഐ കോൾഡ് ഫോർ? What is the hope of my calling? What did God hope when he called me for? ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്താണ് എനിക്ക് വേണ്ടി ദൈവം ആഗ്രഹിച്ചത്? ഒരു സൗഖ്യം തന്ന് ഇവിടെ നിർത്താനാണോ? ഒരു വീട് തന്ന് ഇവിടെ പാർപ്പിക്കാനാണോ? ഒരു വണ്ടി തന്ന് എന്നെ കുറെ യാത്ര ചെയ്യിപ്പിക്കാനാണോ? സ്തോത്രം. ഒരു ജോലി തന്ന് ഒരു ഉന്നത പദവിയിൽ എന്നെ കൊണ്ടെത്തിക്കാനാണോ? ഒന്നുമല്ല. Even Ephesians 2:10 is the purpose of our calling, even while we are here on earth, for good works, producing fruit that is worthy of our calling or repentance. Even beyond that, far more, to make us something. ഞാൻ അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ചോദിക്കുന്നത്, കർത്താവ് നമ്മെ വിളിച്ചതിന്റെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ, പത്രോസ് അതല്ലേ പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. പൗലോസ് പ്രാർത്ഥിക്കുന്നു, വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുക. സ്തോത്രം. കർത്താവ് നമ്മെ വിളിച്ചത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത്, ഞാൻ 3 ഓപ്ഷൻസ് സാധാരണ തരാറുള്ളത്. ഓർമ്മയുണ്ടാവും പഴയവർക്ക്. ടു ഗിവ് us സംതിങ്, നമുക്ക് എന്തെങ്കിലും തരാനാണോ? ടു മേക്ക് us സംതിങ്, നമ്മെ എന്തെങ്കിലും ആക്കാനാണോ? or to do something through us, നമ്മിലൂടെ അല്ലെ നമ്മെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാനാണോ? യെസ് മോളെ, യു ആർ റൈറ്റ്. ഇതിലേതാ? 1, 2, 3? 3. നമുക്ക് എന്തെങ്കിലും തരാനാണോ? നമ്മെ എന്തെങ്കിലും ആക്കാനാണോ? നമ്മിലൂടെ എന്തെങ്കിലും ചെയ്യിക്കാനാണോ? മൂന്നുമല്ല. എന്തെങ്കിലും ചെയ്തെടുക്കുക. സ്തോത്രം. 3 അല്ല, 3. ഒരാള് 2 പറഞ്ഞു. യെസ്, the absolute purpose is to make us something. നമ്മെ എന്തോ ആക്കി തീർക്കാൻ. പക്ഷെ അത് എവിടല്ല? Not here. Not here. സ്തോത്രം. Yeah, മോളെ ജോമോൾ, you can read that verse, Romans 8:29. റോമർ 8:29. For whom he foreknew, he also destined from the beginning to be molded into the image of his Son, and share inwardly his likeness, that he might become the firstborn among many brethren. To make us something. What? In the image of his Son Jesus Christ. ദൈവത്തിന്റെ ആദ്യജാതനായ പുത്രൻ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുക എന്നതാണ് നമ്മെ ദൈവം വിളിച്ചതിനും
തിരഞ്ഞെടുത്തതിനും പിൻപിൽ ഉള്ള പ്രധാന ഉദ്ദേശം. വിളിയാലുള്ള ആശ നമ്മെ ക്രിസ്തുവിനോട് സദൃശ്യരാക്കി തീർക്കുക, അവന്റെ പുത്രനോട് നമ്മെ സമരാക്കി തീർക്കുക. സ്തോത്രം. To make us something, but not on this earth, not in this temporal world, but in eternity. To make us like his son, നമ്മെ തന്റെ പുത്രനോട് അനുരൂപരാക്കുക. ഇതാണ് നമ്മുടെ മുൻപിലുള്ള ആശ, ഇതാണ് നമ്മുടെ മുൻപിലുള്ള പോസിബിലിറ്റി, സാധ്യത. ഇതാണ് നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാക്കേണ്ടത്. ആ ഒരു പരിപൂർണത, ആ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്താനുരൂപ്യം പ്രാപിക്കുന്നത് വരെ നാം, ബാക്കി നിങ്ങൾ പറയാമോ? നാം സംതൃപ്തരാകരുത്. യെസ്, ആബ്സല്യൂട്ട്ലി. നാം അതുവരെ സംതൃപ്തരാക, മതി ഞാൻ എന്ന് വരരുത്. സ്തോത്രം. അത് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നാം ആ അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല, ഇല്ല. പക്ഷെ ഇവിടെ ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ച പ്രശ്നം, ഇവിടെ വെച്ച് തന്നെ കുറച്ച് ഭൗതിക നന്മകളൊക്കെ കിട്ടിയപ്പം എല്ലാം മതി എന്നങ്ങ് വെച്ചു. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ, സംശയമൊന്നുമില്ലേ? മുമ്പേ പറഞ്ഞ 3 ഓപ്ഷൻസും ശരിയാണ്, പക്ഷെ ഏറ്റവും ശരിയായുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മെ തിരഞ്ഞെടുത്തപ്പം കർത്താവ് നമുക്ക് ചിലതൊക്കെ തന്നു, പക്ഷെ അതല്ലായിരുന്നു പ്രാഥമിക ലക്ഷ്യം. നമ്മളെ കൊണ്ട് കർത്താവ് എന്തൊക്കെയോ ചെയ്യിക്കുന്നു. സ്തോത്രം. പക്ഷേ അതുമല്ല പ്രാഥമികമായ ഉദ്ദേശം. നാം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഒത്തിരി വാക്യങ്ങൾ അതിനു വേണ്ടി ഉണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. അപ്പം ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്ന വളർച്ചയുടെ അനുഭവം എത്ര അല്ലെങ്കിൽ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. 2, അതിലേക്ക് എത്താൻ what all provisions, what all providences God has provided. ആ വളർച്ചയിലേക്ക് എത്താൻ, ആ പോയിന്റിലേക്ക്, ആ സ്റ്റാൻഡേർഡ്, ആ നിലവാരത്തിലേക്ക് എത്താൻ ദൈവം നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. സ്തോത്രം. എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന്. വെറുതെ മിസ്രൈമിലെ ഊഴിയ വേലക്കാരെ പോലല്ലോ, വൈക്കോലും തരത്തില്ല, വേറെ ഒന്നും തരത്തില്ല, പക്ഷേ ഇഷ്ടികയുടെ എണ്ണം കുറയരുത്. റിസോഴ്സസ് ഇല്ലാതെ പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നല്ല കർത്താവ് നമ്മോട് പറയുന്നത്. ദൈവം നമ്മെ എന്തോ ആക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സ്തോത്രം. 3, മൂന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിൽ എവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ്.
The third conviction should be our real time, actual growth. How far have we reached in this purpose? ഈ ഉദ്ദേശത്തിൽ നമ്മൾ എവിടം വരെ എത്തി? സ്തോത്രം. ഒന്നും കൂടെ വേണം. അതിവിടെ അത്ര പ്രസക്തമല്ലെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. What is the stumbling block? What are the obstacles for me that hinder me from reaching out to that divine purpose? ആ ദൈവിക ഉദ്ദേശത്തിന്റെ അളവിൽ എത്തുന്നതിൽ നിന്ന് എന്നെ തടയുന്നതായ കാര്യങ്ങൾ എന്തെല്ലാം എന്ന തിരിച്ചറിവും കൂടെ നമുക്കുണ്ടാകും. സ്തോത്രം. ഈ 4 തിരിച്ചറിവുകൾ നമ്മുടെ ഉള്ളിൽ വ്യക്തതയോടെ ഉണ്ടോ? Do we have all these 4 understandings or convictions in us with clarity? Please, ഒന്ന് വരണേ. What should I be? What could I have been? But where am I now? And why I couldn't reach that level? അതോ മറ്റ് പലരെക്കാളും നല്ലവരാണെന്നുള്ള ഒരു ചിന്തയിൽ വളരെ സന്തോഷത്തോടെ തൃപ്തരായി ജീവിക്കുകയാണോ? Complacent. സ്തോത്രം. ലവോദിക്യ സഭ ഈ വിഷയങ്ങളിൽ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് അവർക്കൊരു തിരിച്ചറിവ്, ഒരു സ്വയബോധമില്ലാതെ പോയി. അവർ വേറെ എന്തിലൊക്കെയോ മതിമറന്നുപോയി. വളരെ പരിതാപകരമായ അവസ്ഥയായി. നമുക്കങ്ങനെ സംഭവിക്കരുത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ കുറെ നാളിന് മുമ്പ് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളെ കടമെടുത്ത്, എനിക്കൊന്ന് ഗിരിപ്രഭാഷണത്തിന്റെ അവസാന നാളുകളിലായിരുന്നു ചിന്തിച്ചത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ഓർമ്മ കാണുമല്ലോ. അത് നമ്മള് ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ടും അത് മാത്രമായിട്ടും ഒരു ദിവസം നമ്മൾ എടുക്കുകയുണ്ടായി. സ്തോത്രം. ഗലാത്യരോട് പൗലോസ് പറഞ്ഞ വാക്കുകളായിരുന്നു അത്. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. സ്തോത്രം. കൊരിന്ത്യരോടാണ് പറഞ്ഞത്. അതെ, സ്തോത്രം. താങ്ക് യു. എടുത്തെങ്കിൽ വായിച്ചോ, അവസാന അധ്യായത്തിൽ അല്ലേ? സ്തോത്രം. 13-5 വായിച്ചോ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? സ്തോത്രം. തിരുവത്താഴ സമയത്തും 1 കൊരിന്ത്യർ 11 പൗലോസ് പറയുന്നുണ്ട്, നമ്മെ തന്നെ വിധിക്കുക.
2 കൊരിന്ത്യർ 13 പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, പരിശോധിപ്പീൻ, അന്വേഷിച്ചു നോക്കുവീൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഈ ഒരു സ്വയശോധന നമുക്ക് വേണം. പക്ഷേ ലവോദിക്യ അതിൽ പരാജയപ്പെട്ടു പോയി. ബാഹ്യമായ അനുഭവങ്ങളിൽ മതിമറന്ന് തൃപ്തരായി അവര് പോയി. സ്തോത്രം. ബാഹ്യമായ ശുശ്രൂഷകളുടെ വിജയത്തിലോ നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന്റെ ഏതെങ്കിലും വിജയങ്ങളിലോ ഒന്നും നാം മതിമറന്ന് സന്തോഷിക്കുന്നവർ ആകരുത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പക്ഷെ ഈ ലവോദിക്ക സഭ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അല്ലേ? ഒരിക്കലും അല്ല. ഒരു സഭയുടെയും തുടക്കത്തിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. സമ്പന്നത എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അതെ, ഇന്നത്തെ പോലെ. തീർച്ചയായും. മറ്റെന്തെങ്കിലും? ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുന്ന വളർച്ചയിൽ എത്തറ്റമായും നമ്മൾ എങ്ങനെ അറിയുന്നത്? വളർന്നോണ്ടിരിക്കുക. ഓക്കെ. ഫിലിപ്പ് ലേഖനം 3:12-15 വരെ അതിന് ഉത്തരം പൗലോസ് തരുന്നുണ്ട്. ഞാൻ പിടിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കയാൽ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. മലയാളത്തിൽ 15-ാം വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 15 ഇല്ലില്ല, 15 വായിച്ചേ. 15 വായിച്ചേ. ആ, അത് തന്നെ, ആ വാക്യം തന്നെ. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക, വല്ലതിനും നിങ്ങൾ 15 ബ്രദറെ. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക, എന്തോ ചിന്തിക്കണം? എന്ത് ചിന്തിക്കണം? 12-ാം വാക്യത്തിൽ പറഞ്ഞത് വേണം. തികഞ്ഞവനായി എന്ന ബോധം ആർക്കെങ്കിലും വരുന്നെങ്കിൽ ചിന്തിക്കേണ്ടത്. അതിനപ്പുറത്ത് ആരും ചിന്തിക്കരുതെന്ന പൗലോസ് പറഞ്ഞു. അതായത് നാം ജീവനോടിരിക്കുന്നുവോ എങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു എന്ന തലയോളം നാം സകലത്തിലും വളർന്ന് എത്തിയില്ല. നാം ഈ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഷീലസിസ്റ്റ് ജീവനോടുണ്ടോ എങ്കിൽ, ജീവനോടും ഞാൻ ഒരു പദം കൂടെ കൂട്ടിച്ചേർക്കുന്നു, സുബോധത്തോടും കൂടെ ഉണ്ടോ എങ്കിൽ ഓർത്തുകൊള്ളുക, ക്രിസ്തു എന്ന തലയോളം പൂർണ്ണമായിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഉണ്ടാവില്ല. വിളഞ്ഞു കഴിഞ്ഞതിനെ, പാകമായതിനെ കൃഷിക്കാരൻ അടർത്തിയെടുക്കുന്നത് പോലെ നമ്മെ കൊണ്ടുപോകും.
അതുകൊണ്ടാ പൗലോസ് തന്റെ മരണസമയത്ത് പറയുന്നത്, ഞാൻ ഈ 3:12 തൊട്ട് 15 വരെ ഈ പറഞ്ഞ പൗലോസാണ് 2 തിമോത്തിയോസ് 4:7 പറഞ്ഞത്, ഞാൻ എൻ്റെ പോരാട്ടം, ഞാൻ നല്ല യുദ്ധസേവ ചെയ്തു, ഞാൻ വിശ്വാസം കാത്തു, എൻ്റെ ഓട്ടം തികച്ചു. ഓട്ടം ഓടുന്നതേ ഉള്ളൂ എന്നാണ് ഫിലിപ്പിയർ 3 പറഞ്ഞത്. 14 വാക്യം നമുക്കറിയാം, ഞാൻ ഓടുന്നു. പക്ഷേ 2 തിമോത്തിയോസ് 4:7 പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. താൻ പറന്നു പോയി. സ്തോത്രം. അതുകൊണ്ട് നാം ജീവനുള്ളിടത്തോളം ആ ഒരു പരിപൂർണതയിലേക്ക് എത്തിയില്ല എന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കണം. അതുകൊണ്ട് ഓരോ ശ്വാസത്തിലും നാം അതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയും വേണം. സ്തോത്രം. മറ്റൊന്നും ഇല്ലെന്ന് കരുതട്ടെ. Praise God. എങ്കിൽ നമുക്ക് ഈ തിരിച്ചറിവോടെ നാം ഇതുവരെ തികഞ്ഞിട്ടില്ലെന്ന്, നാം ഇതുവരെ പിടിച്ചു കഴിഞ്ഞില്ലെന്ന്, ലഭിച്ചു കഴിഞ്ഞില്ലെന്ന് തിരിച്ചറിഞ്ഞ് പൗലോസിനെ പോലെ നമുക്കും പിൻപിലുള്ളതിനെയൊക്കെ മറന്ന് മുൻപിലുള്ള ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ ഓടാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.